നാൾതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാമച്ചനും രേവതിക്കുട്ടിയും കൂടി ചേർന്ന് കൊടുത്തിട്ട് ടോണിയെ ചെന്ന് കാണാണ്. അവർക്ക് ടോണിയോട് കുറച്ച് സമയം തനിച്ച് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടോണി വിട്ടുകൊടുക്കുന്നില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞോ എന്നും തന്റെ അച്ഛനും അമ്മയും അറിയാത്ത രഹസ്യങ്ങളൊന്നും തന്നെ തനിക്കില്ല എന്നൊക്കെ ടോണി കടുപ്പിച്ച് പറയാണ്. പക്ഷേ മാമച്ചായൻ വിട്ടില്ല. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് തനിക്ക് സംസാരിക്കാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ ആൾക്കാർ ഇടയിൽ വരുന്നത് അത്ര ശരിയല്ലല്ലോ. വേണമെങ്കിൽ പിന്നീട് ടോണിക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ ഷെയർ ചെയ്യാമെന്നും പറയാണ് മാമച്ചായൻ. കുറെ നേരം ആലോചിച്ചതിനു ശേഷം ടോണി ഒടുവിൽ അതിന് സമ്മതിച്ചു. അവരെയും കൂട്ടി പുറത്ത് ഗാർഡനിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് മാമച്ചൻ എന്നാണ്. ഞങ്ങൾ പാലാരിവട്ടത്ത് നിന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെ ഒന്ന് കാണാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനുണ്ട്. ടോണി വീണ്ടും കടുപ്പിച്ചു തന്നെ ചോദിച്ചു, എന്ത് കാര്യമാണ് നിങ്ങൾക്കറിയേണ്ടത്? അപ്പോൾ മാമച്ചായൻ ആ ഒരു സത്യം അങ്ങ് വെളിപ്പെടുത്തി. ഞാൻ വന്നത് ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടതോടുകൂടി തന്നെ ടോണി ആകെപ്പാടെ ഒന്ന് ഷോക്കായി പോയി. ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ചോ? അതെ, ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച് തന്നെ. ടോണിയും ഷെറിനും തമ്മിലുള്ള കല്യാണത്തിന് മുൻപേ തന്നെ ഷെറിൻ അമ്മയായ വിവരം ടോണിക്ക് അറിയാമായിരുന്നോ എന്ന് മാമച്ചായൻ ചോദിച്ചു. ടോണി അപ്പോൾ ആകെ ദേഷ്യത്തിൽ പറഞ്ഞു, ഓ, അത് ചോദിക്കാനാണോ നിങ്ങൾ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? എങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു അവൾ. ആ ഒരൊറ്റ ഒരുത്തി കാരണ എൻ്റെ ജീവിതം മൊത്തം അങ്ങ് കുളമായത്. കല്യാണത്തിന് മുൻപേ അവൾ ഗർഭിണിയായതോ പ്രസവിച്ചതോ ഒന്നും എനിക്കൊരു പിടിയുമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ടോണി, വിട്ടേക്ക്. പക്ഷേ ഇത് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ടോണി ചിരിച്ചു ചോദിച്ചു. ഇതിൽ വലിയൊരു സത്യമുണ്ടെന്ന് മാമച്ചായൻ പറയാണ്. ഷെറിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് മാമച്ചായന്റെ മകൻ്റേതായിരുന്നു. ടോണി അത് കേട്ടതോടുകൂടെ തന്നെ അന്തം വിട്ട് മാമച്ചായനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നുപോയി. മാമച്ചായൻ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ മോൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ മരിക്കുന്ന സമയത്ത് ഷെറിൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചതാണ്. പക്ഷേ അവർ ഞങ്ങളെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിട്ടു. എൻ്റെ മോനും ഷെറിനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതായിരുന്നു. മാമച്ചായൻ തന്റെ അവസ്ഥകൾ ടോണിയോട് വിശദീകരിച്ചു പറഞ്ഞു. ടോണിക്ക് കുഞ്ഞിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. കല്യാണ സമയത്ത് ആ കുഞ്ഞിനെ ഏതോ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റിയെന്നാണ് അറിവ്. ഏത് ഓർഫനേജാണെന്ന് രേവതിക്കുട്ടി തിരക്കിയെങ്കിലും ടോണിക്കത് ഓർമ്മയില്ലായിരുന്നു. ഷെറിനുമായി ടോണിക്കിപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല എന്നും അവളെ താൻ ഉപേക്ഷിച്ചതാണെന്നും ടോണി പറഞ്ഞു. ഷെറിന്റെ മാനസിക നില ഇപ്പോൾ അത്ര ശരിയല്ല എന്നും കുഞ്ഞിനെ കിട്ടിയാൽ അവൾ പഴയതുപോലെ ആയിരിക്കുമെന്നും രേവതിക്കുട്ടി പറയുന്നുണ്ട്. ടോണിക്കാദ്യം ദേഷ്യം വന്നുവെങ്കിലും പിന്നീട് അവരുടെ അവസ്ഥ കണ്ട് അയഞ്ഞു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് രേവതിക്കുട്ടി പറയും. അതിനുശേഷം അവർ അവിടെ നിന്നും ഇറങ്ങി. പുറത്തിറങ്ങിയ മാമച്ചായൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ടോണിയാണ് ഇനി ആ കുഞ്ഞിലേക്കുള്ള മെയിൻ ലിങ്ക് എന്ന് രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം അപ്പുറത്ത് രാജീവനും ശിവശങ്കരനും വലിയ ചർച്ചയിലായിരിക്കും. അവിടേക്ക് ബബിതയും രോഹിത്തും എത്തി. അലീനയെ ചേച്ചിയായി കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം അവർക്ക് അറിയണമായിരുന്നു. ശിവശങ്കരൻ പറഞ്ഞു, ഇനി നമ്മൾ അവർക്കിടയിൽ വഴക്കിനൊന്നും പോകേണ്ട. അലീന അവിടെ തന്നെ നിൽക്കട്ടെ. ഇത് കേട്ട് ഹരിശങ്കറിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവന് ദേഷ്യം വന്നു. ഇന്നലെ വരെ ശത്രുക്കളായിട്ടിരുന്നവർ പെട്ടെന്ന് എങ്ങനെ അങ്ങനൊരു മനംമാറ്റം വന്നെന്ന് രോഹിത് ചോദിച്ചു. അലീന തങ്ങളുടെ കൂടപ്പിറപ്പാണെന്നും അവളെ അടിച്ചു പുറത്താക്കാൻ നോക്കേണ്ടെന്നും ഗംഗാധരൻ പറഞ്ഞു. ബബിതയ്ക്ക് ഇതൊട്ടും തന്നെ സഹിക്കാനായില്ല. അവൾ അലീനയെ വെറും ഒരു വേലക്കാരിയായി മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അലീനയെ നിങ്ങൾ ചേച്ചിയായി തന്നെ കാണണമെന്ന് ഗംഗാധരൻ നിർബന്ധിച്ചു പറഞ്ഞു. ബബിതയും രോഹിത്തും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് ഗ്രേസ്യാമ്മയും രേവതിക്കുട്ടിയും സംസാരിച്ചിരിക്കുമ്പോഴാണ് രമേശൻ നായർ അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം രേവതിക്കുട്ടിയെ അന്വേഷിച്ചു വന്നതാണ്. രേവതിക്കുട്ടി തങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണെന്ന് അദ്ദേഹത്തിന് നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ തനിക്കാരുമില്ല എന്നും അങ്കിളും ആന്റിയും എല്ലാമാണെന്നും രേവതിക്കുട്ടി അവർക്ക് മറുപടി നൽകി. അങ്ങനെ രമേശൻ നായരെ അവിടെ നിന്നും മടക്കി അയക്കാണ്. ഇതേസമയം അലീന ബാലചന്ദ്രനെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. താൻ കാരണം അലീനക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നൊക്കെ ചിന്തിച്ച് ബാലചന്ദ്രൻ ആകെ വിഷമിച്ച് നിൽക്കാണ്. പക്ഷേ അലീനക്ക് അന്നേരം സങ്കടമൊന്നും തന്നെ ഇല്ലായിരുന്നു. ബാലചന്ദ്രൻ അലീനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അലീനയുടെ ജീവിതത്തിലാണെങ്കിൽ പിന്നീട് പുതിയ പ്രതിസന്ധികൾ അങ്ങനെ ഉടലെടുത്തു. പിന്നെ ടോണിയിൽ നിന്നും ലഭിച്ച ചെറിയൊരു സൂചന വെച്ച് മാമച്ചായനും രേവതിക്കുട്ടിയും ആ ഓർഫണേജ് കണ്ടെത്തുകയായിരുന്നു. ഇടപ്പള്ളിയിലെ ഒരു പഴയ മഠത്തിന്റെ പേരാണ് ടോണിക്ക് ഓർമ്മ വന്നത്. അവർ ആ ഒരു ഓർഫണേജിലേക്ക് പോകുമ്പോൾ അലീനയും രേവതിക്കുട്ടിയും പണ്ട് താമസിച്ചിരുന്ന ആ ഒരു ഓർഫണേജിലേക്ക് തന്നെയായിരിക്കും ഇവരെത്തിപ്പെടുന്നത്.
അവരങ്ങോട്ടേക്ക് എത്തിയെങ്കിലും അവിടെ പഴക്കമുള്ള രജിസ്റ്ററുകൾ പരിശോധിക്കാനൊന്നും അവിടുത്തെ മദർ ആദ്യം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ മാമച്ചായന്റെ കണ്ണീരോടെയുള്ള അപേക്ഷ കേട്ടപ്പോൾ മദറിന്റെ മനസ്സലിഞ്ഞു. ഒടുവിൽ ആ സത്യമെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഷെറിന്റെ കുഞ്ഞിനെ ദത്തെടുത്തത് വിദേശത്തുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ ആ കുടുംബം വർഷങ്ങൾക്ക് മുൻപ് തിരികെ നാട്ടിലെത്തിയെന്നും ഇപ്പോൾ അവർ താമസിക്കുന്നത് ആലുവയിലാണെന്നും വിവരം ലഭിച്ചു. ആ കുഞ്ഞ് മറ്റാരുമല്ല, അലീനയുടെയും രേവതിക്കുട്ടിയുടെയും ജീവന്റെ ജീവനായ ചിന്നുമോള് തന്നെയായിരുന്നു ആ ഒരു കുഞ്ഞ്. ഇതേസമയം കൊല്ലപ്പള്ളി വീട്ടിൽ ബബിതയുടെയും രോഹിത്തിന്റെയും ശത്രുത മൂർച്ഛിക്കുകയാണ്. അലീന അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു ചതി ഒരുക്കി. വീടിന്റെ ആധാരം, കുറച്ച് സ്വർണവും അലീന മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ അലീനയുടെ മുറിയിൽ അതെല്ലാം തന്നെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പോലീസിനെ വിളിക്കുമെന്ന് ബബിത ഭീഷണിപ്പെടുത്തുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നു പോയി. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും രമേശൻ നായർ അങ്ങോട്ടേക്ക് എത്തുകയും ബബിതയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ തെളിവ് സഹിതം തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത്. രമേശൻ നായർ സത്യത്തിൽ അലീനയുടെ കുടുംബമായി പണ്ട് ബന്ധത്തിലുള്ള ഒരാളാണ് എന്നും അദ്ദേഹം അലീനയെ സംരക്ഷിക്കാനാണ് വന്നത് എന്നതെല്ലാം തന്നെ തെളിയുന്നു. പിന്നീട് മാമച്ചായൻ തന്റെ പേരക്കുട്ടിയെ കണ്ടെത്തുന്ന നിമിഷമാണ് കഥയിലെ ഏറ്റവും വൈകാരികമായ രംഗം. ആ കുട്ടി അലീനയുടെ പ്രിയപ്പെട്ട ചിന്നുമോളായിരിക്കും. ചിന്നുമോളാണ് ഷെറിന്റെ മോള്, അല്ലെങ്കിൽ മാമച്ചായന്റെ മകന്റെ കുട്ടി എന്നറിയുന്നതോടുകൂടെ തന്നെ ആ ഒരു സന്തോഷത്തിനൊന്നും തന്നെ അതിരില്ലായിരുന്നു. അലീനയുടെ ഇടപെടലിലൂടെ തന്നെ ഷെറിനും ആ കുഞ്ഞും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. തന്റെ കുഞ്ഞിനെ കണ്ടതോടുകൂടെ തന്നെ ഷെറിന്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കും. അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. എല്ലാവരെയും ഒന്നിപ്പിച്ച അലീനയൊടുവിൽ ബാലചന്ദ്രന്റെ കുടുംബം, ബബിതയും രോഹിതും എല്ലാവരും തന്നെ മനസ്സുകൊണ്ട് തന്നെ അംഗീകരിക്കുന്ന അടിപൊളി എപ്പിസോഡുകളൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.